ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഒക്ടോബറിലെ ഫുൾ CA ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കിയോളൂ, 25ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് കണ്ണൂർ. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവമാണ് കേട്ടോ. 25ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് കണ്ണൂർ. അടുത്തത് അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചു. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചത് എന്ത് അവാർഡാണ്? അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ. കോടിയേരി ബാലകൃഷ്ണന്റെ അർത്തകായ പ്രതിമ തലശ്ശേരിയിൽ വീട്ടുവളപ്പിൽ അനാവരണം ചെയ്തു. ആരാണ്? പിണറായി വിജയൻ. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ വീട് തലശ്ശേരിയിലാണ്, അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിന്റെ തന്നെ അർത്തകായ പ്രതിമ. അത് അനാച്ഛാദനം ചെയ്തത് ആരാണ്? പിണറായി വിജയനാണ്. കേരളത്തിന് 145.60 കോടി രൂപയുടെ പ്രളയ സഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് പ്രളയ സഹായമായി അനുവദിച്ചത് 145.60 കോടി രൂപയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിന്റെ അനുഷ്ഠാന നൃത്തമായ മംഗലം കളി സ്കൂൾ യുവജനോത്സവ വേദിയിലേക്ക്. അപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ ഒരു ഗോത്ര സമുദായമാണ് മാവിലൻ, ദളിത് വിഭാഗമാണ് മാവിലൻ. അപ്പോൾ അവരുടെ അനുഷ്ഠാന നൃത്തമാണ് മംഗലം കളി. അത് സ്കൂൾ യുവജനോത്സവത്തിൽ അവതരിപ്പിക്കുന്നു. കേട്ടല്ലോ. അപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഉള്ള ഒരു ദളിത് വിഭാഗം മാവിലൻ, അവരുടെ അനുഷ്ഠാന നൃത്തം മംഗലം കളി, അത് സ്കൂൾ യുവജനോത്സവ വേദിയിൽ ഒരു മത്സര ഇനമായിട്ട് അവതരിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കോഴിക്കോട്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്നതിന് മണ്ണ് പോലുള്ള കണങ്ങളുടെ ചലനം നിരീക്ഷിക്കാൻ പുതിയ റഡാറിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ ഒരു എക്സ് ബാൻഡ് റഡാർ സ്ഥാപിക്കുന്നത് മാംഗ്ലൂരുവിൽ 250 കിലോമീറ്റർ നിരീക്ഷണ പരിധിയിലുള്ള സിംബാൻ റഡാർ സ്ഥാപിക്കുന്നതിൽ ഉൾപ്പെടുന്നു. 2024 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഇതുവരെ അടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ക്ലൗഡ് ജിറാർഡെറ്റ്. കേട്ടോ, ജിറാർഡെറ്റ് എന്നാണ്. അപ്പോൾ 2024 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഇതുവരെ അടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. അതിൻ്റെ പേരെന്താണ്? ക്ലൗഡ് ജിറാർഡെറ്റ്. ഏതാണ്? ക്ലൗഡ് ജിറാർഡെറ്റ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ 9ാമത്തെ കപ്പലാണ് ഈ ക്ലൗഡ് ജിറാർഡെറ്റ് എന്ന് പറയുന്നത്. എത്രാമത്തെ കപ്പലാണ്? 9ാമത്തെ കപ്പൽ. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പൽ കൂടിയാണ്. അതിൻ്റെ പേര് ക്ലൗഡ് ജിറാർഡെറ്റ്. 9ാമത്തെ കപ്പലാണ്. ഇന്ത്യൻ തുറമുഖങ്ങളിൽ അടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ് ഈ ക്ലൗഡ് ജിറാർഡെറ്റ്. ആരുടെയാണ്? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ. അടുത്തത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓടയിലെ മലിനജലം വൃത്തിയാക്കാൻ ബാൻഡിക്കൂട്ട് എന്ന റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പോൾ ഓടയിലെ മലിനജലം വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു റോബോട്ടിൻ്റെ പേര് ബാൻഡിക്കൂട്ട് എന്ന റോബോട്ടിനെ ഉപയോഗിച്ചത് കേരളം. ഗുരുവായൂർ നഗരത്തിലെ മലിനജലം ശുദ്ധീകരിക്കാനാണ് റോബോട്ടിനെ ഉപയോഗിച്ചത്. ഗുരുവായൂർ നഗരത്തിലെ മലിനജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച റോബോട്ടിൻ്റെ പേര് എന്താണ്? ബാൻഡിക്കൂട്ട്. അല്ലെങ്കിൽ ഓടയിലെ മലിനജലം വൃത്തിയാക്കാൻ ആദ്യമായിട്ട് റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം കേരളം. ഏതാണ് ആ റോബോട്ട്? ബാൻഡിക്കൂട്ട്. ഓക്കെ ആണല്ലോ. ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ ഗ്രാമം മധാപ്പർ. ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ ഗ്രാമം ഏതാണ്? മധാപ്പർ. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മധാപ്പറിൽ 17 പൊതു സ്വകാര്യ ബാങ്കുകളിലായി 700 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണുള്ളത്. അപ്പോൾ മധാപ്പർ എന്ന് പറയുന്ന ഗ്രാമമാണ് ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്നറിയപ്പെടുന്നത്. ഇത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്താണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് മധാപ്പർ എന്ന് പറയുന്ന ഗ്രാമം. ഈ മധാപ്പറിൽ 17 പൊതു സ്വകാര്യ ബാങ്കുകളുണ്ട്. 17 പൊതുവായിട്ടുള്ള ബാങ്കുകളും പിന്നെ പൊതു ബാങ്കുകളും പിന്നെ സ്വകാര്യ ബാങ്കുകളും, അങ്ങനെ 17 എണ്ണം ഉണ്ട്. ഈ 17 പൊതു സ്വകാര്യ ബാങ്കുകളിലായിട്ട് 700 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം ഏതാണ്? മധാപ്പർ. ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. ഏത് ജില്ലയിലാണ്? കച്ച് ജില്ലയിൽ. കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലം, പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നവംബർ 13 കഴിഞ്ഞു അല്ലേ? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര രമ്യ ഹരിദാസും വയനാട് പ്രിയങ്ക ഗാന്ധിയും. ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് നടക്കുന്നത്?
വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് എന്നാ നടക്കുന്നത്? നവംബർ 13 കേട്ടോ. ലോക്സഭ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് ഇതാദ്യം. കേരളത്തിൽ നിന്നുള്ള ലോക്സഭയിലേക്കുള്ള 10ാം ഉപതെരഞ്ഞെടുപ്പും കേരള നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ എണ്ണം 68. അതൊന്നും വേണ്ട, കുഴപ്പമില്ല. പ്രകൃതിയിലെ ജലസ്രോതസ്സുകൾ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി ഭൂമിക്കും ജീവജാലങ്ങൾക്കും സംരക്ഷണം ഒരുക്കുന്നതിന് പുല്ലമ്പാറ പഞ്ചായത്തിനെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കി. മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡും ദേശീയ തലത്തിൽ 1ാം സ്ഥാനവും നേടുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. അപ്പോൾ മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് ലഭിച്ച പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. ഏതാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണിത്. ഈ ഒരു അവാർഡ് നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഏത്? പുല്ലമ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ്? ട്രിവാൻഡ്രം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ 5ാമത് ദേശീയ ജലശക്തി അവാർഡ് കിട്ടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്, ഫ്രം ട്രിവാൻഡ്രം ജില്ല. അടുത്ത, റിമോട്ട് ചെക്കിൻ ഉൾപ്പെടെ ലോകോത്തര സൗകര്യങ്ങളുമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ടെർമിനൽ വരുന്നു, അനന്ത ടെർമിനൽ. അപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ഒരു ടെർമിനൽ വരുന്നു, അതിൻ്റെ പേരാണ് അനന്ത ടെർമിനൽ. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭക വർഷം 3.0യുടെ ഭാഗമായി 2024-25 സാമ്പത്തിക വർഷം 100% ലക്ഷ്യം കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി ആലപ്പുഴ. അപ്പോൾ സംരംഭക വർഷം 3.0യുടെ ഭാഗമായിട്ട് 2024-25 സാമ്പത്തിക വർഷം 100% ലക്ഷ്യം കൈവരിച്ച ആദ്യ ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ സഹകരണ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് തൃശ്ശൂർ മറ്റത്തൂർ. ഇന്ത്യയിലെ തന്നെ ആദ്യ സഹകരണ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം എവിടെയാണ്? മറ്റത്തൂർ. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഹകരണ ഔഷധ സസ്യ കേന്ദ്രം. അടുത്ത, സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് ജനുവരി 4 മുതൽ 8 വരെ. സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെ വെച്ചാണ് നടക്കുന്നത്? തിരുവനന്തപുരത്ത് വെച്ചാണ്. ജനുവരി 4 മുതൽ 8 വരെ. 2025 ജനുവരി 4 മുതൽ 8 വരെയാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നവംബർ 15 മുതൽ 18 വരെ ആലപ്പുഴയിൽ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടക്കുന്നത് ആലപ്പുഴ വെച്ചിട്ടാണ്, 15 മുതൽ 18 വരെ. സംസ്ഥാന സ്കൂൾ കായികമേള കൊച്ചിയിൽ നവംബർ 4 മുതൽ 11 വരെ. നവംബർ 4 മുതൽ 11 വരെ സംസ്ഥാന സ്കൂൾ കായികമേള. അപ്പോൾ ശ്രദ്ധിക്കുക, സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത് കൊച്ചിയിൽ, സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടക്കുന്നത് ആലപ്പുഴ, സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് തിരുവനന്തപുരത്ത്. ഓക്കെ ആണല്ലോ. 100% ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല ഏതാണ്? എറണാകുളം. 100% ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല എറണാകുളം. 100% ഡിജിറ്റൽ സാക്ഷരത നേടുന്ന രണ്ടാമത്തെ ജില്ല കോഴിക്കോട്. അപ്പോൾ 100% ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല എറണാകുളം, രണ്ടാമത്തെ ജില്ല കോഴിക്കോട്. ഡിജി കേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എന്ന ലക്ഷ്യം കൈവരിച്ച് കോഴിക്കോട് ജില്ല. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. അപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർ ആരാണ്? സ്നേഹിൽ കുമാർ. 40 മെഗാവാട്ട് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കിയിൽ. 40 മെഗാവാട്ടുള്ള തൊട്ടിയാർ എന്ന് പറഞ്ഞ ജലവൈദ്യുത പദ്ധതി ഓപ്പൺ ചെയ്തത് എവിടെയാണ്? ഇടുക്കിയിൽ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച കോർപ്പറേഷൻ കോഴിക്കോട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല എറണാകുളം, രണ്ടാമത്തെ ജില്ല കോഴിക്കോടാണെന്ന് പറഞ്ഞു. അതുപോലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച കോർപ്പറേഷൻ ഏതാണ്? കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ഇനി ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ വാർഡ് ചെലവൂറാണ്. ഏതാണ്? ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ വാർഡ് ചെലവൂർ. കോർപ്പറേഷൻ ഡിജി കേരളം പദ്ധതിയുടെ അംബാസിഡർ ആയിരുന്നത് ആസിഫ് അലി. കോർപ്പറേഷൻ ഡിജി കേരളം പദ്ധതിയുടെ അംബാസിഡർ ആരായിരുന്നു? ആസിഫ് അലി. അപ്പോൾ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ വാർഡ് ചെലവൂർ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച കോർപ്പറേഷൻ കോഴിക്കോട്. കോർപ്പറേഷൻ ഡിജി കേരളം പദ്ധതിയുടെ അംബാസിഡർ ആസിഫ് അലി. ഡ്രൈവിംഗ് ലൈസൻസും വാഹനങ്ങളുടെ RC ബുക്കും ഇനി ഡിജിറ്റൽ. അച്ചടി നിർത്താൻ വാഹന വകുപ്പിൻ്റെ തീരുമാനം. ധനവകുപ്പിൻ്റെ അനുമതി കിട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ നടപടി. അപ്പോൾ ഇനി ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും ഒക്കെ എന്താണ്? ഡിജിറ്റലാണ് കേട്ടോ. അച്ചടിച്ച് കൊടുക്കുന്ന പരിപാടിയില്ല. ഡിജിറ്റലായിട്ടുള്ള RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെയാണ് കിട്ടുന്നത്. കേരളത്തിൻ്റെ തനത് കലയായ ഓട്ടൻതുള്ളലിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സർവകലാശാലയുടെ അംഗീകാരം. അപ്പോൾ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സർവകലാശാലയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിൻ്റെ തനത് കല ഏതാണ്? ഓട്ടൻതുള്ളൽ. തൃശൂർ സ്വദേശി മണലൂർ ഗോപിനാഥിൻ്റെ തുള്ളൽ കലയിലെ സാധ്യതകൾ എന്ന പ്രബന്ധം അംഗീകരിക്കുകയും ഗ്രീസിലെ ആഥൻസിൽ നടക്കുന്ന വേൾഡ് അലയൻസ് ഓഫ് ആർട്സ് ഉച്ചകോടിയിൽ ഓട്ടൻതുള്ളലിനെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സർവകലാശാലയുടെ ആദരം ലഭിച്ച കേരളത്തിൻ്റെ തനത് കല ഏതാണ്? ഓട്ടൻതുള്ളൽ, ഭരതനാട്യം, മോഹിനിയാട്ടം, പിന്നെ മുടിയേറ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നാൽ ഏത് വരും? ആൻസർ ഓട്ടൻതുള്ളൽ.
ഗോതമ്പിനും മറ്റ് റാബി വിളകൾക്കും കേന്ദ്രം മിനിമം താങ്ങുവില വർദ്ധിപ്പിച്ചു. അപ്പോൾ ഗോതമ്പ് എന്ന് പറയുന്നത് റാബി വിളയാണ്. അപ്പോൾ ഗോതമ്പിനും മറ്റ് 5 റാബി വിളകൾക്കും മിനിമം താങ്ങുവില വർദ്ധിപ്പിച്ചു കേന്ദ്രം, അല്ലേ? അടുത്തത് 48ാമത് വയലാർ സാഹിത്യ അവാർഡ്. 48ാമത് വയലാർ സാഹിത്യ അവാർഡ് എന്ന് പറയുമ്പോൾ 2024 വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിലാണ്. 46ാമത് വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷ്, അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവൽ. അപ്പോൾ 47ാമത് ആർക്കാണ് കിട്ടിയത്? അത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അടുത്ത 48ാമത് അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. ഏതാണ്? കാട്ടൂർ കടവ്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 48ാമത് 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ, അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി ഒരു പ്രധാനപ്പെട്ട കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കറപ്പനും കങ്കാരു നൃത്തവും, കറപ്പനും കങ്കാരു നൃത്തവും, സൂര്യകാന്തികളുടെ നഗരം, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. 95 വർഷം മുമ്പ് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന മാപ്പിളപ്പാട്ട് കൃതിയായ ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ മലയാളത്തിലേക്ക് മൊഴിമാറ്റി തിരുവിതാംകൂർ മാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ 95 വർഷം മുമ്പ് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂറിലെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു മാപ്പിളപ്പാട്ട് കൃതിയാണ്. ആ കൃതി നല്ല ബഹുവിശേഷമായിട്ടുള്ള കൃതിയാണ്. എന്താണ് ആ കൃതിയുടെ പേര്? ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ മലയാളത്തിലേക്ക് മൊഴിമാറ്റി. എന്താണ് മൊഴിമാറ്റി പുതിയ കൃതി? തിരുവിതാംകൂർ മാല. ഇനി ജീവിത പോരാട്ടത്തിൻ്റെ പല മുഖങ്ങൾ കണ്ട പട്ടാളക്കാരൻ്റെ ആത്മകഥയാണ് ലഫ്റ്റനന്റ് കേണൽ M.K. സുരേന്ദ്രൻ്റെ ജീവിതം എന്ന തീക്കടൽ. അപ്പോൾ ജീവിതം എന്ന തീക്കടൽ എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ്? ലഫ്റ്റനന്റ് കേണൽ M.K. സുരേന്ദ്രൻ. ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഏതാണ്? ഇന്ദ്രധനുസ്. ജ്ഞാനസ്നാനം എന്ന പുസ്തകം എഴുതിയത് സുഭാഷ് ചന്ദ്രൻ. 55ാമത് ഗോവ ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ. അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ആടുജീവിതം, ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, ലെവൽ ക്രോസ്. 3 അറിയായിരിക്കും എല്ലാവർക്കും. ആടുജീവിതം, ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്. ലെവൽ ക്രോസ് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. എസ് മഹാദേവൻ തമ്പിയുടെ തുർക്കിയിലേക്ക് വിവർത്തനം ചെയ്യുന്ന നോവൽ അലകളില്ലാത്ത കടൽ. തുർക്കി എന്ന് പറയുന്ന ഭാഷയിലേക്ക് എസ് മഹാദേവൻ തമ്പിയുടെ ഒരു നോവൽ വിവർത്തനം ചെയ്യുന്നുണ്ട്. എൻ്റെ പേരാണ് അലകളില്ലാത്ത കടൽ. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഷുഗർ ബോർഡ് ബോധവൽക്കരണവുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഷുഗർ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോധവൽക്കരണ പരിപാടി എവിടെ? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്നു. എന്തിന്? കുട്ടികളിലെ പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം തടയാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ പാൽ സംഭരണ വിപണനം ലക്ഷ്യമിട്ട് കർഷകർക്കും ക്ഷീരസംഘങ്ങൾക്കുമല്ല ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനമായ ക്ഷീരശ്രീ പോർട്ടൽ നിലവിൽ വന്നു. ക്ഷീരശ്രീ എന്ന് പറയുന്ന പോർട്ടൽ നിലവിൽ വന്നു. എന്തിനാണ്? ഓൺലൈനായിട്ട് പാൽ സംഭരണവും വിപണനവും ഒക്കെ ലക്ഷ്യമിട്ട്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ് സ്വീപ്പ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവബോധത്തെക്കുറിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടി എന്താണ്? സ്വീപ്പ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധത്തിനായിട്ടുള്ള പരിപാടി എന്താണ്? സ്വീപ്പ്. ക്ഷീരസംഘങ്ങൾക്കുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് ക്ഷീരശ്രീ പോർട്ടൽ. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവബോധത്തിനുള്ള ഒരു സംവിധാനം സ്വീപ്പ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സേവനം. ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവനം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സേവനം. ഓപ്പറേഷൻ പാം ട്രീ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? സംസ്ഥാന GST വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന. GST വകുപ്പിൻ്റെ കീഴിൽ ആക്രി പിന്നെ സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ പാം ട്രീ. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ കേരള അതിഥി ആപ്പ് ഒക്ടോബർ 25 മുതൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകും. അപ്പോൾ കേരള സംസ്ഥാനത്തിലെ അതിഥി തൊഴിലാളികളെ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ് അതിഥി ആപ്പ്. സംസ്ഥാനത്തെ ജലവിതരണ ശൃംഖല മാപ്പ് ചെയ്യാൻ ആപ്പുമായി ജല അതോറിറ്റി. കുസാറ്റുമായി സഹകരിച്ച് ജല അതോറിറ്റി ആസ്ഥാനത്തെ ഓപ്പറേഷൻ വിഭാഗമാണ് ഗണ ജിയോ എന്ന ആപ്പ് വികസിപ്പിച്ചത്. അപ്പം ജലവിതരണ ശൃംഖല മാപ്പ് ചെയ്യാനുള്ള ഒരു ആപ്പ് ആരാണ്? ജല അതോറിറ്റി പുറത്തുവിട്ടു. എന്താണ്? ഗണ ജിയോ എന്ന് പറയുന്ന ആപ്പ്. ഗണ ജിയോ ആരുമായിട്ട് സഹകരിച്ചാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത്? കുസാറ്റുമായി സഹകരിച്ച് ജല അതോറിറ്റി ആസ്ഥാനത്തെ ഓപ്പറേഷൻ വിഭാഗമാണ് ഗണ ജിയോ എന്ന ആപ്പ് വികസിപ്പിച്ചത്.
അപ്പോൾ ഗണ-ജിയോ എന്ന ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ജലവിതരണ ശൃംഖല മാപ്പ് ചെയ്യാൻ. ആരാണ് ആരംഭിച്ചത്? ജല അതോറിറ്റിയും കുസാറ്റുമായിട്ട് ചേർന്ന്. ഓക്കെ. റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിലെ വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്ന എൻ്റെ ഭൂമി പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പിണറായി വിജയൻ. അപ്പോൾ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ പോർട്ടൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ പോർട്ടൽ? റവന്യൂ വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ്, സർവേ വകുപ്പ് ഇതിലുള്ള വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് എൻ്റെ ഭൂമി. ആപ്പല്ല, ഒരു പോർട്ടലാണ് കേട്ടോ. ഒരു പോർട്ടലാണ് എൻ്റെ ഭൂമി. അപ്പോൾ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. ഏതൊക്കെ വകുപ്പുകളിലെ സേവനങ്ങളാണ് അവിടെ ലഭ്യമാകുന്നത്? റവന്യൂ വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ്, സർവേ വകുപ്പ്. റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം, എല്ലാ ഭൂസേവനങ്ങളും വിരൽത്തുമ്പിൽ കിട്ടുന്ന രാജ്യത്തെ ആദ്യ വില്ലേജുമായി കുമ്പള പഞ്ചായത്തിലെ ഉജാർ ഉളുവാർ കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിലെ ഉജാർ ഉളുവാർ എന്ന് പറയുന്ന ഒരു വില്ലേജുണ്ട്. ആ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണ്? ഉജാർ ഉളുവാർ എന്ന് പറഞ്ഞ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണ്? വില്ലേജിൻ്റെ പേര് ഉജാർ ഉളുവാർ. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയത് രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം. എല്ലാ ഭൂസേവനങ്ങളും വിരൽത്തുമ്പിൽ കിട്ടുന്ന രാജ്യത്തെ ആദ്യ വില്ലേജ്. എല്ലാ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളും വിരൽത്തുമ്പിൽ കിട്ടുന്ന ആദ്യത്തെ വില്ലേജ് ഏതാണ്? ഉജാർ ഉളുവാർ വില്ലേജ്. ഏത് പഞ്ചായത്തിൽ? കുമ്പള. ഏത് ജില്ലയിൽ? കാസർഗോഡ്. ഇനി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാൻ കുടുംബശ്രീ മിഷൻ ആരംഭിച്ച സാന്ത്വന പരിചരണ പദ്ധതി K4 കെയറിന് കൊല്ലം ജില്ലയിൽ പ്രചാരമേറുന്നു. അപ്പോൾ K4 കെയർ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലേ? കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് K4 കെയർ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാൻ വേണ്ടിയിട്ട്. കൊച്ചുകുട്ടികളെ മുതൽ വൃദ്ധന്മാരെ വരെ സൈക്കോതെറാപ്പിയിലൂടെ മൊബൈൽ ഇൻ്റർനെറ്റ് ലഹരിയിൽ നിന്ന് മോചിതരാക്കുന്നു ഈ മോചൻ ക്ലിനിക്ക്. ഈ മൊബൈൽ ഇൻ്റർനെറ്റ് ലഹരിയിൽ നിന്ന് മോചിതരാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ? കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെയും ഈ മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിതരാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? പദ്ധതിയല്ല, ഒരു ക്ലിനിക്കാണ് ഈ മോചൻ ക്ലിനിക്. റവന്യൂ വകുപ്പിൻ്റെ പുതിയ 12 സേവനങ്ങൾ അണിയറയിൽ നടപ്പിലാക്കിയവ: എനി ലാൻഡ് സെർച്ച്, റവന്യൂ റിക്കവറി, ഡിജി പേയ്മെൻറ്റ്, ഇലക്ട്രോണിക് മോർട്ട്ഗേജ് റെക്കോർഡർ, KBT അപ്പീൽ. ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ വളരാനും പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സ്വപ്ന സാഫല്യം എന്നർത്ഥമാക്കുന്ന കനകജക. അപ്പോൾ ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ വളരാനും പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്വപ്ന സാഫല്യം. അപ്പോൾ ആ സ്വപ്ന സാഫല്യം എന്നർത്ഥം വരുന്ന ആ പദ്ധതിയുടെ പേരാണ് കനകജക. സ്വപ്ന സാഫല്യം എന്നർത്ഥം വരുന്ന ആ പദ്ധതിയുടെ പേര് കനകജക. എന്തിനുള്ളതാണ്? ആദിവാസി മേഖലയിലെ കുട്ടികളെ അവർക്കിഷ്ടമുള്ള മേഖല ഏതാണോ അതിൽ വളരാനും അതിൽ പ്രാവീണ്യം നേടാനും അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കനകജക. ഏതാണ്? ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. ഈ കനകജകയുടെ അർത്ഥം എന്താണ്? സ്വപ്ന സാഫല്യം. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ കനകജക പദ്ധതിയുടെ ഭാഗമായി ആദിവാസി മേഖലയിലെ കുട്ടികളുടെ ഹ്രസ്വ ചലച്ചിത്രമേള നടക്കുന്നത് കൊച്ചിയിൽ. അതിൽ ഈ കനകജക പദ്ധതിയുടെ ഭാഗമായിട്ട് കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി മേഖലയിലെ കുട്ടികളുടെ ഒരു ഹ്രസ്വ ചലച്ചിത്രമേള നടന്നു. എവിടെയാണ് വെച്ച് നടന്നത്? കൊച്ചിയിലാണ് നടന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യ ബഷീർ മ്യൂസിയം ആൻഡ് റീഡിംഗ് റൂം മതിലുകൾ കോഴിക്കോട് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ആദ്യ ബഷീർ മ്യൂസിയം ആൻഡ് റീഡിംഗ് റൂമിൻ്റെ പേരാണ് മതിലുകൾ. അത് കോഴിക്കോടാണ് ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? അടൂർ ഗോപാലകൃഷ്ണൻ. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക് സൃഷ്ടിച്ച് നെയ്യാറ്റിൻകര നഗരസഭ. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക് എവിടെയാണ് സൃഷ്ടിച്ചത്? നെയ്യാറ്റിൻകര നഗരസഭയിൽ. നെയ്യാറ്റിൻകര എന്താണ്? ഒരു നഗരസഭയാണ് കേട്ടോ. 11 ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർട്ടലാണ് സാരഥി. 11 തരത്തിലുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർട്ടലാണ് സാരഥി. ട്രാൻസ്പോർട്ടിൻ്റെ കമ്മീഷണറാണ് CH നാഗരാജു. ആരാണ്? നാഗരാജു. സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ രൂപീകരിച്ച ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കലാപ്രതിഭകളുടെ സംസ്ഥാന കലാസംഘം അനുയാത്ര ഋതം. അപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കലാപ്രതിഭകളുടെ സംസ്ഥാന കലാസംഘത്തിൻ്റെ പേരാണ് അനുയാത്ര ഋതം. ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഒരു പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതാലോചിച്ച് വെച്ചിരുന്ന അനുയാത്ര ഋതം എന്ന് പറയുന്നത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കലാപ്രതിഭകളുടെ സംസ്ഥാന കലാസംഘമാണെന്ന് ആലോചിക്കാം.
സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അപ്പോൾ സംസ്ഥാനത്തെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. സംസ്ഥാനത്തിൻ്റെ പുതിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ആയിരുന്നു. ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രണബ് ജ്യോതിനാഥ് ആണ്. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ADGP P വിജയനെ സംസ്ഥാന വിജിലൻസ് വിഭാഗം മേധാവിയായി നിയമിച്ചു. അപ്പോൾ സംസ്ഥാനത്തെ വിജിലൻസ് വിഭാഗം മേധാവിയാണ് മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ADGP P വിജയൻ കേട്ടോ. പുതിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥ് ആണ്. മുൻപ് ഈ ഒരു ഉദ്യോഗം വഹിച്ചിരുന്നത് സഞ്ജയ് കൗളായിരുന്നു. അദ്ദേഹത്തിനെ മാറ്റി ഇപ്പോൾ പ്രണബ് ജ്യോതിനാഥ് ആണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. IPS ഉദ്യോഗസ്ഥൻ ADGP ആയിട്ടുള്ള P വിജയനെ ആരായിട്ട് നിയമിച്ചു? സംസ്ഥാന വിജിലൻസ് വിഭാഗം മേധാവിയായിട്ട് നിയമിച്ചു. അടുത്തത് 2024 ഒക്ടോബറിൽ കേരള നിയമസഭ ആരംഭിച്ച വിപ്ലവ ഗായിക PK മേദിനി ആദരിച്ചായിരിക്കും കേട്ടോ. 2024 ഒക്ടോബറിൽ കേരള നിയമസഭ ആദരിച്ച വിപ്ലവ ഗായികയാണ് PK മേദിനി. മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദന് 101 പിറന്നാൾ. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കഥകളി എന്ന് പറയുന്ന ആ ഒരു കലയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ. DGP നിതിൻ അഗർവാളിനെ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാൾ. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ജിനു സക്കറിയ ഉമ്മൻ. പിന്നെ ഏതോ ഒരാളും കൂടെ നമ്മൾ പഠിച്ചല്ലോ, ആരാ? വിജിലൻസ് വിഭാഗം മേധാവി ADGP P വിജയൻ. മുന്നേ ADGP ആയിരുന്നു. അപ്പോൾ ഇപ്പം P വിജയനാണ് വിജിലൻസ് വിഭാഗം മേധാവി. പുതിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രണബ് ജ്യോതിനാഥ് കേട്ടോ, അത് പഠിച്ചോളണം. റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ. ഇതോടെ കേരളത്തിൽ 5 അംഗീകൃത DGP തസ്തികയായെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്കൂൾ കലോത്സവത്തിൽ മംഗലം കളി, പണിയ നൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, പാളിയ നൃത്തം എന്നിവ പുതിയ മത്സരങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ സ്കൂൾ കലോത്സവം കഴിഞ്ഞു. ഈ സ്കൂൾ കലോത്സവത്തിൽ ഏതൊക്കെയാണ് പുതിയ മത്സര ഇനങ്ങളിൽ വന്നേക്കുന്നത്? മംഗലം കളി, പണിയ നൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, പളിയ നൃത്തം. ഇതൊക്കെയാണ് മംഗലം കളി, പണിയ നൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, പളിയ നൃത്തം എന്നിവ. അടുത്തിടെ തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പുഷ്പ അരളി. കുട്ടികളുടെ കാർ, ഇരുചക്ര വാഹന യാത്രകൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഡിസംബർ മുതൽ പിഴ. കുട്ടികളുടെ കാർ, ഇരുചക്ര വാഹന യാത്രകൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഡിസംബർ മുതൽ പിഴ ഉണ്ടാവും. അതെങ്ങനെയാണ് പിഴ എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 4 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് ഇരിക്കാൻ ബിലോ 135 സെൻറ്റിമീറ്റർ ഹൈറ്റ് ചൈൽഡ് ബൂസ്റ്റർ കുഷ്യൻ ഒരുക്കണം. സുരക്ഷാ ബെൽറ്റ് ഉപയോഗിക്കണം. കാറിൻ്റെ പിൻസീറ്റ് കുട്ടികൾക്ക് ബെൽറ്റ് ഉൾപ്പെടെയുള്ള ഇരിപ്പിടവും 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഹെൽമറ്റും നിർബന്ധമാകും. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കാറിൻ്റെ പിൻസീറ്റിൽ വേണം ഇവ ഒരുക്കാൻ. ഇനി 2017 ഫെബ്രുവരിയിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 104 ഉപഗ്രഹങ്ങളുമായി ISRO PSLV C-37 റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു. എന്നാണ് 2017 ഫെബ്രുവരിയിലാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 104 ഉപഗ്രഹങ്ങളുമായിട്ട് ISRO PSLV C-37 എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു. എന്നാണ് 2017 PSLV C-37 എന്ന് പറയുന്ന റോക്കറ്റ് 104 ഉപഗ്രഹങ്ങളുമായിട്ട് ISRO വിക്ഷേപിച്ചു. എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എന്താണ് പ്രസക്തി ഉള്ളതെന്നുള്ളത്, അതിൻ്റെ മുകൾ ഭാഗം തിരിച്ച് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചതായി ISRO അറിയിച്ചു. അതിൻ്റെ മുകൾ ഭാഗം പോയിട്ട് തിരിച്ച് നമ്മുടെ ഭൗമാന്തരീക്ഷത്തിലോട്ട് പ്രവേശിച്ചു. ഒരു വാഹനത്തിൽ 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ആദ്യ ദൗത്യം എന്ന നിലയിൽ ബഹിരാകാശ ഏജൻസി ചരിത്രം സൃഷ്ടിച്ചു. അന്ന് ഈ 104 ഉപഗ്രഹങ്ങൾ ഒരൊറ്റ വിക്ഷേപണത്തിൽ വിക്ഷേപിച്ചു എന്നതിൽ ISRO എന്ത് ചെയ്തു? ചരിത്ര നേട്ടം സൃഷ്ടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള കാര്യം ഈ 2017 ഫെബ്രുവരിയിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV 37 റോക്കറ്റിൽ എത്ര ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്? 104 ഉപഗ്രഹങ്ങൾ കേട്ടോ. തടവുകാർക്ക് ജാതി അടിസ്ഥാനത്തിൽ തൊഴിലുകൾ നൽകുന്നതും അവരെ വെവ്വേറെ പാർപ്പിക്കുന്നതും അനുച്ഛേദം 14, 15 എന്നിവ പ്രകാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് അടുത്തിടെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. തടവുകാർക്ക് ജാതി അടിസ്ഥാനത്തിൽ തൊഴിലുകൾ നൽകുന്നതും അവരെ വെവ്വേറെ പാർപ്പിക്കുന്നതും അനുച്ഛേദം 14, 15 പ്രകാരം കുറ്റമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് NK പ്രേമചന്ദ്രൻ. TM ജേക്കബ് സ്മാരക ട്രസ്റ്റ് മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം ലഭിച്ചത് NK പ്രേമചന്ദ്രനാണ്. സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണർ നേരത്തെ പറഞ്ഞതാ ആരാ? നിതിൻ അഗർവാൾ.
റോഡിലെ ഗതാഗത നിയമലംഘനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിലേക്ക് അറിയിക്കാൻ ഇനി സിറ്റിസൺ ആപ്പ് വഴിയും സാധ്യമാകും എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സിറ്റിസൺ ആപ്പ് വഴി റോഡിലെ ഗതാഗത നിയമ ലംഘനങ്ങൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിലേക്ക് അറിയിക്കാൻ കഴിയും. സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അതുവഴി റോഡിൽ നടക്കുന്ന ഗതാഗത ലംഘനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിലേക്ക് അറിയിക്കാൻ കഴിയും. ആരാണ് നമ്മുടെ ഗതാഗത മന്ത്രി? ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ. ചേറ്റൂർ ശങ്കരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ഇറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരുടെ വേഷത്തിൽ വരുന്നത് അക്ഷയ് കുമാറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡന്റും അഭിഭാഷകനുമായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ കോടതി മുറിയിൽ നടത്തിയ ഐതിഹാസിക പോരാട്ടം പ്രമേയമാക്കി ശങ്കരൻ നായരുടെ ചെറുമക്കളായ രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ചേർന്നെഴുതിയ ദ കേഴ്സ് ദാറ്റ് ഷുക്ക് ദ എംപയർ എന്ന പുസ്തകമാണ് കഥയുടെ ആധാരം. അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ വരുന്നുണ്ട്. ആ സിനിമയുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സിനിമയ്ക്ക് ആധാരമാക്കിയത് ഒരു കൃതി എന്ന് പറഞ്ഞാൽ ആധാരമാക്കിയ കൃതി എന്ന് പറഞ്ഞാൽ ദ കേസ് ദാറ്റ് ഷുക്ക് ദ എംപയർ. ദ കേസ് ദാറ്റ് ഷുക്ക് ദ എംപയർ എന്ന് പറയുന്നതാണ് ആ കൃതി. ആരൊക്കെ എഴുതിയത്? രഘു പാലാട്ടും പുഷ്പ പാലാട്ടും. രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരുടെ ചെറുമക്കളാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രമേയം? ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ചേറ്റൂർ ശങ്കരൻ നായർ കോടതിയിൽ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടമാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചേറ്റൂർ ശങ്കരൻ നായരുടെ പ്രത്യേകത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏക മലയാളി പ്രസിഡന്റാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം ഒരു അഭിഭാഷകനും കൂടി ആയിരുന്നു. ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ അലിനിറ്റി MPXV അസേ മങ്കി പോക്സ് വൈറസ് എന്നത് മങ്കി പോക്സ് രോഗം കണ്ടെത്താനുള്ള പരിശോധനാ കിറ്റാണ്. അപ്പം മങ്കി പോക്സ് എന്ന് പറഞ്ഞ രോഗം കണ്ടെത്താനുള്ള പരിശോധനാ കിറ്റിൻ്റെ പേര്, അത് പരിശോധനാ കിറ്റിൻ്റെ ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി. ആ പരിശോധനാ കിറ്റിൻ്റെ പേരെന്താണ്? അലിനിറ്റി MPXV അസേ. എന്താണ്? അലിനിറ്റി MPXV അസേ. അലിനിറ്റി MPXV അസേ. ഓക്കെ. എലിപ്പനിയെ പ്രതിരോധിക്കാനും ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പ്രചാരണം ഡോക്സി സൈക്കിൾ എന്നോ അങ്ങനെ എന്തോ ഒരു ഗുളികയല്ലേ നമുക്ക് എലിപ്പനിക്ക് വേണ്ടിയിട്ട് വീടുകളിലൊക്കെ ഈ ആശാപ്രവർത്തകരൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ എലിപ്പനിയുടെ ബോധവൽക്കരണത്തിനും പ്രതിരോധത്തിനുള്ള ഒരു പ്രചരണമാണ് ഡോക്സി വാൻ എന്ന് പറയുന്നത്. എലിപ്പനി വരാൻ സാധ്യതയുള്ളവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കേണ്ട പ്രതിരോധ ഗുളിക ഇവിടെ തന്നിട്ടുണ്ട്, ഡോക്സി സൈക്ലിൻ. കിരിക്കാടൻ ജോസ് വിടവാങ്ങി. യഥാർത്ഥ പേര് മോഹൻരാജ് എന്നായിരുന്നു. ഏറ്റവും സത്യമായ കഥാപാത്രം കിരീടത്തിലെ കിരിക്കാടൻ ജോസ് തന്നെയാണ്. 300-ലേറെ സിനിമകളിൽ വേഷമിട്ടു. മലയാളി വിശ്വപൗരൻ K കൃഷ്ണമേനോന്റെ 50ാം ചരമവാർഷികം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് K കൃഷ്ണമേനോൻ മ്യൂസിയം 74ലാണ് ആരംഭിച്ചത്. കഥകളി ആചാര്യൻ സദരം നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി അന്തരിച്ചു. 600-ലധികം ചിത്രങ്ങളിലും 30ഓളം സീരിയലിലും വേഷമിട്ട TP മാധവൻ അന്തരിച്ചു. ആദ്യ സിനിമ നടൻ മധുവിൻ്റെ ഒപ്പം കാമം ക്രോധം മോഹം 2016 പുറത്തിറങ്ങിയ മാൽഗുഡി ഡേയ്സ് ആണ് അവസാന ചിത്രം. ഇനി പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് മുന്നിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും നഗ്നശരീരം കാട്ടുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 24 മണിക്കൂറിൽ 11.5 സെന്റിമീറ്റർ മുതൽ 20.4 സെന്റിമീറ്റർ വരെ പെയ്യുന്ന മഴയാണ് തീവ്രമഴ. 11.5-നും 20.4-നും ഇടയിൽ പെയ്യുന്ന ആ മഴയാണ് തീവ്രമഴ എന്ന് പറയുന്നത്. 20.4 സെന്റിമീറ്ററിനാണ് മുകളിലാണ് മഴ പെയ്യുന്നതെങ്കിൽ അത് അതിതീവ്ര മഴ എന്ന് പറയുന്നു. ഇടുക്കി ഹൈറേഞ്ചിലെ കാലാവസ്ഥ ഏറെ സ്വാധീനിച്ചിരുന്ന ഘടകമായിരുന്നു നൂൽമഴ. 40ാം നമ്പർ നൂൽമഴ കനം കുറഞ്ഞതും നേർത്തതും. കുട്ടികളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന ബാലവിവാഹ നിശ്ചയം നിരോധിക്കണമെന്ന് സുപ്രീം കോടതി. 7 പുതിയ സേവനങ്ങളുമായി BSNL. ഏതൊക്കെയാണ്? സ്പാം ഫ്രീ നെറ്റ്വർക്ക്, BSNL വൈഫൈ റോമിംഗ്, BSNL ഇൻട്രാനെറ്റ് ഫൈബർ TV, എനി ടൈം സിം, ഡയറക്ട് ടു ഡിവൈസ്, പബ്ലിക് പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ റിലീഫ്, പ്രൈവറ്റ് 5G ഇൻ മൈൻസ്. ഇത്രയും. ഇനി അടുത്തത് കേന്ദ്ര ടെലികോം മന്ത്രി ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ. ആപ്തവാക്യമായ കണക്റ്റിംഗ് ഇന്ത്യതിന് പകരം കണക്റ്റിംഗ് ഭാരത് എന്നാക്കി. ഇന്ത്യ എന്ന് എവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ ഭാരതാക്കുവാണ്. അപ്പോൾ കണക്റ്റിംഗ് ഇന്ത്യ എന്നതിന് പകരം എന്താക്കി? കണക്റ്റിംഗ് ഭാരത് എന്നാക്കി മാറ്റി. BSNLന്റെ പുതിയ ലോഗോ പുറത്തിറക്കി. പഴയ ലോഗോയുടെ നിറം ഉൾപ്പെടെ മാറ്റിയുള്ള പുതിയ ലോഗോയാണ് പുറത്തിറക്കിയത്. കാവ്യ നിറമുള്ള വൃത്തത്തിനുള്ളിൽ ഇന്ത്യയുടെ ഭൂപടം പതിച്ചതാണ് പുതിയ ലോഗോ. BSNLന്റെ പുതിയ ലോഗോ കാവ്യ നിറമുള്ള വൃത്തം, അതിൽ ഇന്ത്യയുടെ ഭൂപടം പതിച്ചതാണ്. ദില്ലിയിൽ നടന്ന ചടങ്ങിലാണ് പുതിയ ലോഗോ പുറത്തിറക്കിയത്. ചാരനിറത്തിലുള്ളതും വൃത്തവും അതിനെ ബന്ധിപ്പിക്കുന്ന ചുവന്ന നിറത്തിലും നീല നിറത്തിലുമുള്ള അമ്പടയാളങ്ങളുടെയും നിറങ്ങൾ പുതിയ ലോഗോയിൽ മാറ്റിയിട്ടുണ്ട്. നീലയും ചുവപ്പ് നിറങ്ങൾ മാറ്റി ദേശീയ പതാകയിലെ നിറങ്ങളാണ് നൽകിയിരിക്കുന്നത്. അമ്പടയാളത്തിന് വെള്ളയും പച്ചയും നിറമാണ് നൽകിയിരിക്കുന്നത്. വൃത്തത്തിന് കാവ്യ നിറം, അതിലുള്ള ഇന്ത്യയുടെ ഭൂപടം നൽകിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം,
ഇത് മൊത്തം പറഞ്ഞു തീർന്നതിന് ശേഷം ഈ പിന്നെ BSNLൻ്റെ ലോഗോ ഒന്നിവിടെ കാണിക്കാം, അതാണ് നല്ലത് അല്ലേ. ഇത് വായിച്ച് നോക്കണേക്കാട്ടി ആ ലോഗോ കണ്ടാൽ നമുക്കത് മനസ്സിൽ നിൽക്കുക, ഓരോ ഫിഗർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഗോയെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ. ഇതാണ് കേട്ടോ BSNLൻ്റെ ലോഗോ. ടാഗ് ലൈൻ എന്താണ്? സെക്യൂർലി, അഫോർഡബ്ലി, റിലയബിളി. സെക്യൂർലി, അഫോർഡബ്ലി, റിലയബിളി. അപ്പോൾ എന്താണ്? കണക്റ്റിംഗ് ഇന്ത്യ എന്നുള്ളത് മാറ്റി കണക്റ്റിംഗ് ഭാരത് എന്നാക്കി. ആപ്തവാക്യം കണക്റ്റിംഗ് ഇന്ത്യ എന്നായിരുന്നു BSNLൻ്റെ, അത് മാറ്റി എന്താക്കി? കണക്റ്റിംഗ് ഭാരത് എന്നാക്കി. പിന്നെ എന്താണ്? പിന്നെ ടാഗ് ലൈൻ സെക്യൂർലി, അഫോർഡബ്ലി, റിലയബിളി എന്നാക്കി. സെക്യൂർലി SAR, SAR. എൻ്റെ പേര് ശരണ്യ എന്നാണ്. അപ്പോൾ SAR എൻ്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് SAR. സെക്യൂർലി, അഫോർഡബ്ലി, റിലയബിളി. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന സർവത്ര വൈഫൈ സംവിധാനത്തിൽ തുടക്കമിട്ട ടെലികോം സേവന ദാതാക്കൾ BSNL. അപ്പോൾ സർവത്ര എന്ന് പറയുന്ന ഒരു വൈഫൈ സംവിധാനത്തിൽ തുടക്കമിട്ട ടെലികോം സേവന ദാതാക്കളാണ് BSNL. ടാഗ് ലൈൻ സെക്യൂർലി, അഫോർഡബ്ലി, റിലയബിളി. ഇത്രയാണ് കേരളമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കേട്ടോ, ഒക്ടോബർ മാസത്തിൽ. അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കുറച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അവയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ പഠിച്ചാൽ മതിയാവും, എല്ലാം വേണം.